അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 മോഡൽ 12 സീറ്റ് പോണ്ടിച്ചേരി എന്ന് വന്നാണ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ വർക്കുകൾ കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡിൽ ഒരുപാട് വർക്കുകൾ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസൈഡിൽ ചെറിയ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ വണ്ടിയിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് വർക്കാണ്. ഒരുപാട് പാച്ച് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പാച്ച് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. 4 ഡോറ് ചേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ മഡ് ഗാർഡ്, ഫ്രണ്ട് ബമ്പർ, ബോണറ്റ്, അതേപോലെ തന്നെ ഫ്രണ്ട് മെയിൻ ഗ്ലാസ് ഫ്രെയിം, അതേമാതിരി പ്ലാറ്റ്ഫോം. പാച്ച് വർക്ക് ഏറ്റവും കൂടുതൽ ടോപ്പ് വർക്കായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഇത്തരം രീതിയിൽ പാച്ച് വർക്ക് കാര്യങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പാച്ച് വർക്ക് കൂടുതൽ നടത്തിയായിരുന്ന വണ്ടിയാണ്. 2012 മോഡലാണ്. നമ്മുടെ പോണ്ടിച്ചേരിയിലാണ് ഈ വണ്ടിയുടെ കറക്റ്റ് പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഇത്ര ദൂരം വന്ന് വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് തരുമ്പോൾ വണ്ടിയുടെ രൂപം കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. അമ്മാതിരി ഫ്രണ്ടിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കേലിയർ കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ സൺസൈഡ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഗ്ലാസ് ഫുള്ള് ക്ലീൻ ചെയ്ത് പഴയ ഗ്ലാസ് തന്നെ ഗ്ലാസ് ഫ്രെയിം മാറിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് രണ്ടും പുതിയ മോഡൽ ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ 2 BS6 മിറർ അഡീഷണലായിട്ട് ആഡ് ചെയ്തു. അതേപോലെ നിലവിൽ ഗ്രില്ലുണ്ടായിരുന്നു. അപ്പോൾ ക്രോം ടൈപ്പ് ഗ്രില്ലായിരുന്നു. അപ്പോൾ സെൻറ്ററിലെ മെഷ് മാത്രം ഡീക്രോം ചെയ്ത് അതിൻ്റെ സെൻറ്ററിലെ ലോഗോസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് തന്നെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബോണറ്റിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോർച്യൂണർ ടൈപ്പ് മിററും അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പർ വേറൊരു വണ്ടിയുടെ ബമ്പറായിരുന്നു, തമിഴ്നാട് ടൈപ്പുള്ള വണ്ടികളുടെ ബമ്പർ, അതും അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് 2 എക്സ്ട്രാ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ കൊടുത്തു. ഓൾറെഡി ഉണ്ടായിരുന്ന ഫോഗ് ലാമ്പാണ്. അപ്പോൾ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ റബ്ബർ ലിപ്പും ആണ് ഇതിനകത്ത് ഫ്രണ്ടിൽ വരുത്തിയാണ് ഓൾമോസ്റ്റ് വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ പക്ക പ്യുവർ വൈറ്റിൽ, അതായത് മുമ്പ് നമുക്ക് വണ്ടി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ടോൺ ആയിരുന്നു, ബ്ലൂവും വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മ വൈറ്റും ഗ്രേയും എന്നുള്ളൊരു കളർ തീമിൽ നല്ല പക്ക ഫിനിഷിങ്ങിലാണ് പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ട്രാവലറിന് എവിടെ ചെയ്യാനായിട്ടും നല്ല രീതിയിൽ പക്ക, അതായത് കാറ് എങ്ങനെയാണോ ചെയ്യണത് ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് കാര്യങ്ങൾ ചെയ്യണത്. അതായത് നമുക്കിപ്പോൾ ഒരു നല്ല വെയിലുള്ള സ്ഥലത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബോഡിയുമ്പോൾ നോക്കി കഴിഞ്ഞാൽ എത്രത്തോളം വൈറ്റ് ആയ കാരണം കൊണ്ട് എത്രത്തോളം പെർഫെക്ഷനായിട്ട് നമുക്ക് വീഡിയോസിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നേരിട്ടാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ടച്ച്, അതായത് അനുഭവിച്ചിട്ടും അതേമാതിരി ഇപ്പോൾ തൊട്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും.
അപ്പോൾ അത്രയും പക്ക ഫിനിഷിങ്ങിലാണ് പ്യുവർ വൈറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അഡീഷണലായിട്ട് കാലിയർ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിങ്ങും ആണെങ്കിലും അതേപോലെ തന്നെ കാലിയർമ ആണെങ്കിലും അഡീഷണലായിട്ട് ഗ്രേ കളർ ടോൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കർട്ടൻ ഐവറി കളറാണ്. അപ്പോൾ ഒരു പക്ക ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പക്ക സ്റ്റാൻഡേർഡ് പോലെയാണ് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ വരുത്തിയുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കാലിയർ വെച്ച പോലെ തന്നെ കാലിയറിന് ആ ഗ്രേ കളർ ടോണ് കാര്യങ്ങളൊക്കെ ടോപ്പിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഗാർഡുമത്തെ ലൈറ്റുകൾ കാര്യങ്ങൾ അതേപോലെ തന്നെ 2 ഇപ്പോൾ സ്ക്രീനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ ടൈപ്പ് ലാഡർ ഓൾറെഡി ഉണ്ടായിരുന്നു, പോളിഷ് ചെയ്ത് റീഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്പിന് കവർ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിങ്ങിൻ്റേതായ ലൈറ്റുകൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ബ്രേക്ക് ലൈറ്റാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടീനെ സംബന്ധിച്ചിടത്തോളം വണ്ടി മുമ്പത്തെ വന്നാണ് രൂപവും ഇപ്പോഴത്തെ വന്നാണ് രൂപവും തമ്മിൽ ഒരുപാട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫറൻസ് എന്തെങ്കിലും തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഔട്ട് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ ഇൻസൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ടോപ്പ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ ഉള്ളിലത്തെ ലൈറ്റുകൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 സൈഡ് ബെർത്തായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഒരു ഓൾഡ് ടൈപ്പ് ബെർത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ സൈഡ് പാഡ് അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം അതൊക്കെ പുതിയ പ്ലാറ്റ്ഫോം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സൈഡ് പാഡാണെന്നുണ്ടെങ്കിൽ നിലവിൽ വന്നാണ് സൈഡ് പാഡും തന്നെ റക്സിനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പക്കൊരു അതായത് ഇപ്പം നിലവിൽ ഇൻസൈഡിൽ വലിയ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ വർക്ക് ചെയ്താണ് വണ്ടി. ഇനി അടുത്തൊരു വണ്ടി കൂടി ഉണ്ട് ഇവരുടെ തന്നെ. ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഉണ്ട് മുമ്പ് നമ്മൾ ചെയ്താർന്നാണ്. അപ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ മെയിനായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡാഷ് ബോർഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേമാതിരി സ്റ്റിയറിംഗ് കവർ ഇത്രയ്ക്കാണ് ഇൻസൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.